ഹലോ ഗുഡ് മോർണിംഗ്. ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോ ഇന്ന് ഞായറാഴ്ചയാണ്. ഞങ്ങൾ പള്ളത്തെ കഴിഞ്ഞിട്ടൊക്കെ വന്നു. അപ്പോ ഞങ്ങളുടെ പരിപാടി എന്ന് വെച്ചാൽ രാവിലത്തെ പരിപാടി ചപ്പാത്തി ഉണ്ടാക്കണം. ഇറച്ചിക്കറി ഇന്നലെ ശരിയാക്കിയിട്ടുണ്ട്. അപ്പൊ അത് ശരിയാക്കണം. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് പരിപാടി എന്ന് വെച്ചാല് അതാണ്. അപ്പോ ചപ്പാത്തിയും കറിയും റെഡിയാക്കാൻ വേണ്ടി പോകണം. അപ്പൊ രാവിലെ ചപ്പാത്തിയും കറിയും കഴിച്ചിട്ട് ഞങ്ങളുടെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. അപ്പൊ അതിലേക്ക് കിടക്കാൻ വേണ്ടി പോകണം. അപ്പൊ സൺഡേ വ്ലോഗ് അതാണ്. അപ്പൊ സോണി രാവിലെ വന്നിട്ട് തിരിയൊക്കെ കത്തിച്ചു നല്ല കൊച്ചായിട്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ദിവസം തുടങ്ങിയാണ്. അപ്പോ ചായ കുടിക്കട്ടെ, കർട്ടനൊക്കെ തുറക്കട്ടെ. കർട്ടനൊക്കെ തുറക്കട്ടെ, ജനത തുറക്കട്ടെ. പിള്ളേരെ കൊടുപ്പാറ വാടാ, പണിയുണ്ട്. എന്ത് ചൂടല്ലേ, നല്ല ചൂടുണ്ട്. ഓക്കെ, അപ്പോ അടുത്ത പരിപാടികൾക്ക് നിങ്ങളൊന്നും കൊണ്ടുവന്നേ പോരെ. നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഒരു അതിഥിരിക്കണ ഞാൻ പോണേ കണ്ടാ, രാളിരിക്കണ പൂച്ചനെ നിങ്ങൾ കണ്ടല്ലോ, പരിചയം ഉണ്ടോ? എന്താ അത് നമ്മുടെ വീടിന്റെ അടുത്തുള്ള വീട്ടിലെ പൂച്ച. അപ്പോൾ ഗൈസ്, രാവിലെ തന്നെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി ഷെഫ് കൊണ്ടുവന്നിട്ടുണ്ട്. ഷെഫ് തന്നെ ടെസ്റ്റ് ചെയ്യണേ. നല്ല ബീഫ് കറി. ബീഫിന്റെ ഒക്കെ കളറുണ്ടോ? ഒന്ന് കഴിച്ചൊക്കെ കാണിച്ചു കൊടുക്ക്. ബീഫും ഉരുളക്കിഴങ്ങും ചപ്പാത്തി അടിപൊളി. കണ്ടിട്ട് തന്നെ പുതിയ ഗ്രേവിയൊക്കെ നോക്കിയാൽ തിക്ക് ഗ്രേവി. അപ്പോ കാണാൻ പറ്റണ്ട, മങ്ങിപ്പോയി ആദ്യം എടുത്തിട്ട്. നോക്കിയാ കണ്ട, നല്ല തിക്ക് ഗ്രേവി, നല്ല ഉരുളക്കിഴങ്ങ്, നല്ല ബീഫ്, നല്ല സോഫ്റ്റ് ചപ്പാത്തി കടയിൽ നിന്ന് ആരെങ്കിലും ഉണ്ടാക്കിയതായിരിക്കും. ഞങ്ങൾ വാങ്ങിച്ചത്. ഞങ്ങൾ ഉണ്ടാക്കിയ സോഫ്റ്റ് അല്ല, ടീമിലെ കണ്ണൊന്നും തുറയില്ല, ടേസ്റ്റ് കാരണം. പിന്നെ കൂടെ കോഫി. ഇന്നല്പം കൃഷിക്കാര്യങ്ങളായാലെന്ന് പറഞ്ഞാൽ, അപ്പോ കുറച്ച് അച്ചിങ്ങയുടെ വിത്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, പാവക്കയുടെ വിത്ത് വാങ്ങിച്ചിട്ടുണ്ട്. 3 പേര് എന്റെ അസിസ്റ്റന്റ് ഹെൽപ്പർമാര്. അപ്പൊ വിത്ത് വാങ്ങിച്ചിട്ട് പാകിയിട്ടുണ്ട്. എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയാൻ പാടില്ല. ഇവിടെ കൊണ്ട് പിടിപ്പിക്കാന്ന് വിചാരിച്ചിരിക്കണേ. ഇവിടെ ഒരു ഇതുപോലെ ചെയ്ത് വെയിലും അധികം കിട്ടൂല. ഇപ്പൊ സെറ്റ് ആക്കാന്നുള്ള പരിപാടിയില്ല. നമുക്ക് ചെയ്താലോ? പപ്പ കാണിച്ചു തരാം. അതേപോലെ ചെയ്യുക. ഇവിടെ നിന്ന് ആദ്യം ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെ പഠിക്കാൻ പറഞ്ഞ കേട്ട് ആന്ന് പറഞ്ഞിട്ട് ഇതേപോലെ ഈ മെറ്റിലെല്ലാം സൈഡിലേക്ക് ഒതുക്കുക. അതൊക്കെ പതിയെ പറിച്ച് കളയുക. നമ്മന്ന് മുക്കുറ്റി ഇവിടെ റെഡിയാക്കാം. എത്രത്തോളം വിജയിക്കും എന്ന് ചോദിച്ച കാര്യം വേറെ ഒന്നല്ല. ഇവിടെ മറ്റേ മെറ്റിൽ പൊടിയില്ലേ അതാണ് ഉള്ളത്. അതിൽ പിടിക്കുമോന്നറിയില്ല. അതുകൊണ്ടാണ് അങ്ങനെ ചിന്തിച്ചത്. ചെയ്ത് നോക്കാം, എന്നാലും അറിയാൻ പറ്റുള്ളൂ. അത് പേരവണിയുടെ സമയത്ത് കിട്ടത്. പണിയായിട്ടില്ലേ? പണിയാക്കി തരാം. ഗൈസ്, അപ്പോൾ ഞങ്ങളുടെ പയർ മുളപ്പിക്കലൊക്കെ ഏകദേശം അവസാന ഘട്ടത്തിലേക്കായിരിക്കുകയാണ്. അപ്പോൾ മുളച്ച് വന്നേക്കണ പയറൊക്കെ ഞങ്ങൾ ഇതിൽ പാകിയിട്ടുണ്ട്. ബാക്കിയൊക്കെ അതിൽ ആ കൂട്ടത്തിൽ ഇട്ടിട്ടുണ്ട്. ഒരുപാടൊന്നും ഇല്ല, കുറച്ചേ ഉള്ളൂ. ഇത് എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല, അതുകൊണ്ട് എല്ലായിടത്തും ഇട്ടില്ല. കണ്ട മുളച്ച് വന്നേക്കണോ? നോക്കൂ, എൻ്റെ കൈ നിറച്ച് മണ്ണ കണ്ട. അപ്പോൾ ഇത് ഇന്നത്തെ പയർ മുളപ്പിക്കൽ കൃഷിപ്പരിപാടിയുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ പുറകെ കാണിക്കാം. അപ്പോൾ ഇത് പയർ മുളച്ചിട്ട് അത് പറിച്ച് കറി വെക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അല്ലേ? നടക്കണം. ഇതിനകത്ത് പയറിട്ടിട്ടുണ്ട്, പാവക്ക ഇട്ടിട്ടുണ്ട്. പക്ഷെ പാവക്ക അങ്ങനെ അധികം ഇതായിട്ടില്ല, കിളുത്ത് വന്നേ ഉള്ളൂ. പാവക്കൊക്കെ താമസം അത് ആ തൊണ്ട് കട്ടിയുള്ളതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഇത് ഇത്രയും സെറ്റാക്കി വെച്ചിട്ടുണ്ട്.
അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ. അപ്പോൾ ഇന്നത്തെ പണിയൊക്കെ കഴിഞ്ഞു. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു.